ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പാർവതിയെ കണ്ടപ്പോൾ തന്നെ അച്ഛന്റെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം അച്ഛൻ പാർവതിയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന് ഗാർഗി പറയുകയാണ്. ഇത് കേൾക്കുന്ന അച്ഛമ്മ വിഷമത്തോട് പറയുകയാണ്, പാർവതിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന്റെ വിഷമത്തിലാകും ഇവന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇതൊക്കെ കേൾക്കുന്ന പാറു വിഷമത്തോടെ ഗോപിനാഥിനെ നോക്കുകയാണ്. തുടർന്ന് വിശാല് പറയുകയാണ്, പേടിക്കണ്ടച്ചാ, പാർവതിയെക്കുറിച്ച് പലരും പറഞ്ഞ കാര്യങ്ങളൊന്നും ആ ഡിവൈഎസ്പി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇത് കേൾക്കുന്ന ജാസ്മിനും പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുമ്പോൾ വിശാല് പറയുകയാണ്, പഴുതടച്ചൊരു അന്വേഷണം നടത്തിയാലേ വാദി പ്രതിയാകും. അതുകൊണ്ട് അച്ഛൻ എന്താണെങ്കിലും വിഷമിക്കേണ്ടെന്ന് വിശാല് പറയുകയാണ്. ഇത് കേൾക്കുന്ന പ്രഭാവതി പതിയെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഗാർഗി പറയുകയാണ്, ജാസ്മിൻ, നീ എന്തായിരുന്നു പറഞ്ഞത്? പാർവതി വരുന്നതും കാത്ത് ഞാൻ ഗേറ്റില് എത്ര കൊല്ലം കാത്തു നിൽക്കണമെന്നാ നീ പറഞ്ഞത്? 5 അതോ 6? കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. എല്ലായിടത്തും ഇങ്ങനെ തോൽക്കാൻ മാത്രമായിട്ട് ഒരു ജന്മം. നീ എന്നോട് പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനല്ല വിശാല് പോയിരിക്കുന്നതെന്നല്ലേ? പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ഒരു ക്രിമിനലിനെ കൂട്ടിക്കൊണ്ടുവരാനാണെന്ന്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അങ്ങനെയൊക്കെയല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്ന ലാഘവത്തോടെയല്ലേ വിശാൽ ബ്രോ പാർവതിയും കൂട്ടിക്കൊണ്ടു വന്നത്? ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ ഗാർഗിയെ നോക്കുകയാണ്. എന്റെ വിശാൽ ബ്രോയെ, ഹീറോയാണ് അസൽ ഹീറോ. ഹീറോ സ്നേഹിക്കുന്നത് നിന്നെപ്പോലെ വില്ലത്തിയെ അല്ല, ഹീറോയിനെയാണ്. ഇവിടുത്തെ ഹീറോയിൻ ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ, മിസ്സിസ് പാർവതി വിശാൽ. ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയാണ്. ഈ സിനിമയുടെയൊക്കെ അവസാന രംഗത്ത് നായകന്റെയും നായികയുടെയും ഒക്കെ ചവിട്ടുകൊണ്ട് ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രതിനായികയുണ്ടല്ലോ, അതാണ് നീ. ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുമ്പോൾ അച്ചമ്മ പറയുകയാണ്, വിഷമിക്കേണ്ട മോനെ, പാർവതി തിരിച്ചു വന്നില്ലേ, ഞാനുണ്ടച്ചാ എന്ന് പാർവതിയും ഗോപിനാഥിനെ സമാധാനപ്പെടുത്തുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തു നിൽക്കുന്ന പ്രഭാവതിയെയും ജിതിനെയും ജാസ്മിനെയുമാണ്. അതേസമയം അങ്ങോട്ടേക്ക് പ്രതാപ് എന്നിട്ട് പറയുകയാണ്, അതെ, ഇങ്ങനെ വെയിൽ കൊണ്ട് നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിപ്പോ പരിഹരിക്കാൻ എന്ത് ചെയ്യുമെന്ന് വേണം ആലോചിക്കാൻ. കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, പാർവതിയെ സപ്പോർട്ട് ചെയ്യുന്ന അരവിന്ദനല്ല, ആന്റിക്ക് പരിചയമുള്ള ഡിവൈഎസ്പി ആണ് പാർവതിയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ജയിലിൽ അവൾക്കൊരു ഉറപ്പാണെന്ന് ഞാൻ കരുതിയിരുന്ന സമയത്താണ് വിശാല് അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അവള് വീണ്ടും നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ആന്റി എന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഡിവൈഎസ്പി പറഞ്ഞത് തെളിവുകളെല്ലാം അവൾക്ക് എതിരാണെന്നല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ അവളെ അറസ്റ്റ് ചെയ്തതും? വിശാല് പോയിട്ട് എന്ത് മായാജാലമാ കാണിച്ചതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അതിനെക്കുറിച്ച് ഇപ്പൊ വീണ്ടും സംസാരിച്ചിട്ട് എന്താ ആന്റി കാര്യം? അവള് വീണ്ടും നമ്മളെ തറ പറ്റിച്ചു, അത്ര തന്നെ. എന്നിട്ട് അടുത്ത നീക്കം പ്ലാൻ ചെയ്യുക, വീണ്ടും പരാജയപ്പെടുക. കുറെ കണക്കുകൂട്ടലുകൾ മാത്രം നടത്തും, ഒന്നും നടക്കാനേ പോകുന്നില്ല എന്നൊക്കെ ജിതിൻ പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ്, ജിതിൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാർവതിയുടെ കൂടെ ടോം ആൻഡ് ജെറി കളിക്കാനല്ലല്ലോ ജാസ്മിൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ, വിവാഹത്തിന്റെ കാര്യമാണോ ഏട്ടൻ ഉദ്ദേശിക്കുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുന്നു. തിടുക്കം കാണിക്കണ്ടേട്ടാ, ഇനിയും മണ്ഡപത്തിൽ ചെന്ന് നാണം കെടാൻ എനിക്ക് വയ്യ. നമ്മളുടെ പ്ലാനിങ്ങിൽ എവിടെയാ പിഴവ് പറ്റിയതെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് പരിഹരിക്കണം. അതിനുശേഷം മതി വിവാഹകാര്യമൊക്കെ. ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ്, നമ്മുടെ പ്ലാനിങ്ങിന്റെ പിഴവ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണോ നീ പറയുന്നത്? അതല്ലേ കാരണം? ആന്റി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. വിശാൽ എന്റെ കഴുത്തിൽ താലി കെട്ടാനൊരുങ്ങുമ്പോ മണ്ഡപത്തിൽ അരവിന്ദൻ അങ്കിളിന്റെയും ആന്റിയുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് പാർവതി അങ്ങനെ ഒരു നീക്കം ചെയ്തത്. അല്ല, അങ്കിളിനും ആന്റിക്കും എന്തുകൊണ്ടാ അത് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത്? എന്റെ കൺമുന്നിൽ വെച്ചോ? അതിന് ഞാൻ ആ ഏരിയയിലേ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. പോലീസിന്റെ വരവറിഞ്ഞ് അങ്കിള് മുങ്ങിയതാണെന്നേ ഞങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ആന്റിയുടെ കണ്ണു വെട്ടിച്ച് അവൾ എവിടെയും പോയിട്ടുമില്ല. ആന്റിയുടെ കരുക്കൾ നീക്കുമ്പോൾ അവൾ അവിടെ വേറെ കരുക്കൾ നീക്കുന്നു. അവസാന നിമിഷം അവൾ തോറ്റുപോയതേ ജാസ്മിന്റെ മിടുക്ക് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ ജിതിൻ പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, പക്ഷേ ഡിവൈഎസ്പി വന്ന് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആരുടെ മിടുക്ക് കാരണമാ? എന്നിട്ട് അവൾ എത്ര ദിവസം ജയിലിൽ കിടന്നു എന്ന് പരിഹാസത്തോടെ ചോദിക്കുകയാണ് ജാസ്മിൻ. അത് ആന്റിയുടെ മിടുക്ക് കൊണ്ടാണെന്ന് സമ്മതിച്ചു തരണമെങ്കിലേ അവൾ ജയിലിൽ കിടക്കണം. പാർവതിക്കെതിരെ തെളിവുകളുണ്ട്, പക്ഷേ ശിക്ഷയില്ല. ഇവിടെ ആന്റിയല്ല ജയിച്ചത്, അവളാണ് ജയിച്ചത്. ആന്റിയെ ഇനി അവളുടെ അടുത്ത് പോയി അടവുകൾ പഠിച്ചിട്ട് വാന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അവള് ജയിച്ചതേ അവളുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, വിശാല് പോയി ഇറക്കിക്കൊണ്ട് വന്നതല്ലേ. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, പാർവതി ജയിലിലാണെന്നറിഞ്ഞപ്പോ ഹോസ്പിറ്റൽ ICUവിൽ നിന്ന് വന്ന വിശാല് ഒന്ന് റെസ്റ്റ് എടുക്കാതെ പോലുമല്ലേ അങ്ങോട്ടേക്ക് പോയത്. അതെന്താ ആന്റി, അവളുടെ മിടുക്കല്ലേ? ഇത് കേൾക്കുന്ന പ്രഭാവതി ഉത്തരമില്ലാതെ ജാസ്മിനെ നോക്കുകയാണ്. ആന്റി, ഞാൻ ആന്റിയെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, നമ്മളെല്ലാവരും നന്നായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ ഒരു പിഴവ് പറ്റി, അത് കണ്ടുപിടിച്ച് തിരുത്തിയിട്ടൊക്കെ മതി ഇനി ബാക്കി കാര്യങ്ങള്. അതേസമയം അവരെ നോക്കിക്കൊണ്ട് രാധിക പറയുകയാണ്, എല്ലാവരും കൂടി ചർച്ചയാണല്ലോ, മിക്കവാറും പാർവതി തന്നെയാകും വിഷയം. അതോ ഇനി അടുത്ത കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കലോ മറ്റോ ആകുമോ എന്നൊക്കെ രാധിക അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അതിനുശേഷം രാധിക അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ്. പല്ലവി കൂട്ടുകാരി എടുത്തെന്ന് പറയുകയാണ്, അമ്മയുടെ കുടുക്കയിൽ നിന്നും 50 രൂപ അടിച്ചു മാറ്റി, 40 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്.
10 രൂപയ്ക്ക് നിനക്ക് ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. നീ ചോക്ലേറ്റ് നിന്ന് അവിടെ ഇരുന്നോ, ഞാനേ വിപിൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ പല്ലവി വിപിനെ വിളിക്കുകയാണ്. ഇവൾ എന്നെയും കൊണ്ടേ പോവൂ എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിപിൻ ഫോൺ എടുക്കുന്നു. ചേച്ചിയുടെ കാര്യം അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചതെന്ന് പല്ലവി പറയുമ്പോ പാർവതി വീട്ടിൽ വന്നെന്നും വിശാലേട്ടനാ കൂട്ടിക്കൊണ്ടു വന്നതെന്നും വിപിൻ പറയുന്നു. പിന്നെ എനിക്ക് വിപിൻ സാറിന്റെ ഒരു ഫോട്ടോ വേണം, ഫ്ലെക്സ് അടിക്കാനാ എന്ന് പല്ലവി പറയുമ്പോ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിപിൻ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ഗാർഗി പറയുകയാണ്, അച്ഛൻ പാർവതി അന്വേഷിച്ചത് വെറുതെ ഒന്നുമല്ല. അച്ഛന് പാർവതിയോട് എന്തോ പറയാനുണ്ട്, മുഖം കണ്ടില്ലേ. അതേസമയം പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് രാധിക പറയുകയാണ്, ഗോപിയേട്ടന് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഏട്ടന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. ഇത് കേൾക്കുന്ന ഗോപിനാഥ് ശരിയെന്ന രീതിയിൽ തലയാട്ടുകയാണ്. ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടാണ് ഗോപിയേട്ടൻ ഗായത്രി ചേച്ചിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് പോയത്. ചെറിയമ്മേ, അച്ഛന്റെ ആഗ്രഹം എന്താണെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ രാധിക പറയുകയാണ്, ഗായത്രി ചേച്ചിയുടെ വേഷത്തില് പാർവതിയെ കാണണമെന്ന്. ഗായത്രി ചേച്ചിയുടെ മുറിയില് ഇപ്പോഴുമുണ്ട് പുത്തൻ മണം മാറാത്ത കുറെ പുതിയ സാരികൾ. അത് മുഴുവൻ വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി ഗായത്രി ചേച്ചി സൂക്ഷിച്ചു വെച്ചതാണെന്നാ ഗോപിയേട്ടൻ പറഞ്ഞത്. സാരികൾ മാത്രമല്ല, ഗായത്രി ചേച്ചിയുടെ ഓർണമെന്റ്സും ഉണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, ഗായത്രി ചേച്ചി മരിക്കുമ്പോഴേ വിശാല് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് വേണ്ടിയാണോ ഗായത്രി ചേച്ചി എല്ലാം സൂക്ഷിച്ചു വെച്ചത്? കള്ളം പറയുമ്പോഴേ കേൾക്കുന്നവര് മണ്ടന്മാരല്ലെന്ന് ഓർക്കണം രാധിക എന്ന് പ്രതാപം പറയുമ്പോ രാധിക പറയുകയാണ്, ഞാനേ ഗോപിയേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെയാ പറയുന്നത്. ഗോപിയേട്ടന് മിണ്ടാൻ പറ്റില്ലെന്നേ ഉള്ളൂ, കേൾവിക്ക് ഒരു കുഴപ്പവുമില്ല. തുടർന്ന് അച്ചമ്മ പറയുകയാണ്, ഗോപിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതുറപ്പായും സാധിച്ചു കൊടുക്കണം. താൻ മരിക്കുമെന്ന് നേരത്തെ എന്തെങ്കിലും സൂചന ഗായത്രിക്ക് തോന്നിക്കാണും. തുടർന്ന് ഗാർഗി പറയുകയാണ്, അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എന്താണെങ്കിലും അങ്കിളിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കുമില്ല. എനിക്ക് പറയാൻ അവകാശമില്ലെങ്കിലും എന്റെ ചേച്ചിക്ക് പറയാൻ അവകാശമുണ്ടല്ലോ, എന്റെ ചേച്ചിയോട് മറുപടി പറഞ്ഞാൽ മതിയെന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് പ്രതാപൻ പ്രഭാവതിയോട് പറയുകയാണ്, പറ ചേച്ചി, ഈ ആഗ്രഹം നടത്തി കൊടുക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെയൊന്നും നീ പറയേണ്ട പ്രതാപ. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാനുള്ള അവകാശമേ പ്രഭാവതിക്കില്ല. അങ്ങനെ പറയാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, അത് പാർവതിക്കാണ്. അത് ശരിയാ, ഗായത്രിയമ്മയെ പോലെ ഉടുത്തൊരുങ്ങി നടക്കാൻ പറ്റില്ലെന്ന് വേണമെങ്കിൽ പാർവതിക്ക് പറയാം. പക്ഷേ പാർവതി പറയില്ല. കാരണം വയ്യാതെ കിടക്കുന്ന അച്ഛനോട് മനസാക്ഷിയില്ലാതെ നിങ്ങളൊക്കെ പെരുമാറുമായിരിക്കും. പക്ഷേ പാർവതിക്ക് അതിന് കഴിയില്ലെന്ന് ഗാർഗി പറയുമ്പോൾ രാധിക പാർവിനോട് പറയുകയാണ്, മോളെ, ഗായത്രി ചേച്ചിയുടെ സാരിയും ഉടുത്ത് ഓർണമെന്റ്സും ഒക്കെ ഇട്ടിട്ട് മോളൊന്ന് ഗോപിയേട്ടന്റെ മുന്നിൽ വന്ന് നിൽക്കുമോ? ഗോപിയേട്ടന്റെ ആഗ്രഹം മോള് വേണം സാധിച്ചു കൊടുക്കാൻ. തുടർന്ന് അച്ചമ്മ പറയുകയാണ്, ഗായത്രി ഉള്ളപ്പോ ഇതൊരു വീടായിരുന്നു, ഇപ്പൊ ഇത് വെറും കെട്ടിടം മാത്രമാണ്. പഴയതുപോലെയെല്ലാം ആകാൻ വേണ്ടി ഗോപി ആഗ്രഹിക്കുന്നുണ്ടാകും. അതേസമയം ഇതൊക്കെ കേട്ട് ഗോപിനാഥൻ കരയുകയാണ്. അച്ഛന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിര് നിൽക്കണ്ട. അമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ അച്ഛൻ ആഗ്രഹമുണ്ടെങ്കിലേ ഞാനത് സാധിച്ചു കൊടുത്തിരിക്കും. ഇത് കേൾക്കുന്ന പ്രതാപനും ജാസ്മിനും ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.